വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. 1857 കലാപം അറിയപ്പെടുന്നത് ശിപ്പായി ലഹള. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ പോർച്ചുഗീസുകാർ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ.കെ.ജി അറസ്റ്റ് വരിച്ച വർഷം 1930. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത അക്കാമ ചെറിയാൻ. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. ഇന്ത്യയുടെ മത-സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമ. ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൽ റിലീഫ് സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നത് കോണ്ടൂറുകൾ. താഴെ പറയുന്ന വാതകങ്ങളിൽ ഏതാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? മീഥെയ്ൻ. ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്നത് നിഫെ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പിസ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമേത്? കോഴഞ്ചേരി പ്രസംഗം. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചതാര്? കുമാരഗുരുദേവൻ. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഋതുമതി പ്രേംജി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് നിയമം. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്? 1857 മെയ് 10. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി വി.പി. മേനോൻ. സന്താൾ കലാപം നടന്ന വർഷം 1855 1856. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരായിരുന്നു? കഴ്സൺ പ്രഭു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിച്ചതാര്? ശ്രീനാരായണ ഗുരു. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു.
1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മന്നത്തു പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. ഡൽഹൗസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ആര്യസമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ. മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് അളക്കുന്നതിനുള്ള സൂചകമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തൊഴിൽ നില, പാചക ഇന്ധനം, ശുചിത്വം, വൈദ്യുതി എന്നിവ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് അളക്കുന്നതിനുള്ള സൂചകങ്ങളാണ്. വികേന്ദ്രീകൃത ആസൂത്രണത്തിനായുള്ള ജനകീയ ക്യാമ്പയിൻ 1996 ഇന്ത്യൻ സംസ്ഥാനമായ എവിടെയാണ് ആരംഭിച്ചത്? കേരളത്തിൽ. ഇന്ത്യൻ ദരിദ്രരേഖയായി കണക്കാക്കിയതാര്? ജീൻ ഡ്രസി. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? റോഡുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ഹോസ്റ്റലുകളുടെ നിർമ്മാണം, മൊബൈൽ ടവറുകൾ സ്ഥാപിക്കൽ, അംഗനവാടികളുടെ നിർമ്മാണം. അന്ത്യോദയ മിഷനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് മുകളിൽ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വിവിധ സർക്കാർ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകളുമായി സംയോജിപ്പിച്ച് വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം ഉറപ്പാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. 2022-23 ദാരിദ്ര്യരഹിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടാണ് സാക്ഷാത്കരിക്കാൻ ഇത് ശ്രമിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലുടനീളമുള്ള വികസന പ്രക്രിയയിലെ നിരീക്ഷിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പുരോഗതി ഉണ്ടാവുന്ന ഫലങ്ങളെക്കുറിച്ച് വാർഷിക സർവേ നടത്തുവാനും ഇത് നിർബന്ധമാക്കുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളം. ആദ്യ നിയോജക മണ്ഡലം ധർമ്മടം. ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം കേരളം. ആദ്യ പഞ്ചായത്ത് പുല്ലമ്പാറ. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ 100% അർബുദ സാക്ഷരത നേടിയ നഗരസഭ കോട്ടയ്ക്കൽ, മലപ്പുറം. കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം NS സഹകരണ ആശുപത്രി, കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് ശാസ്താംകോട്ട, കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ AI ടൗൺഷിപ്പ് നിലവിൽ വരുന്നത് എറണാകുളം, കൊച്ചി ഇൻഫോ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ആപ്പ് കേരള സഫാരി 2.0 ആരംഭിച്ച സംസ്ഥാനം കേരളം. കേന്ദ്ര റെയിൽവേയുടെ യാത്രി സുവിധാ കേന്ദ്രം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷൻ. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം. സമഗ്ര പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് തഴക്കര, ആലപ്പുഴ. മികച്ച സേവനങ്ങൾക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ, ആലപ്പുഴ.
കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിച്ചത് തലശ്ശേരി. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് കൊച്ചി. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷണം നടപ്പിലാക്കാൻ തീരുമാനിച്ച സർവകലാശാല കേരള സർവകലാശാല. കാർഷിക മേഖലയിലെ കേരളത്തിലെ ആദ്യ കെ ആക്ടെക് ലോഞ്ച് പാഡ് ആരംഭിച്ചത് വെള്ളായണി, തിരുവനന്തപുരം. വിമാന അറ്റകുറ്റപ്പണികൾക്കായുള്ള കേരളത്തിലെ ആദ്യ മെഗാ ഹബ്ബ് നിലവിൽ വരുന്നത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ പോർട്ടബിൾ അനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റ് ആരംഭിച്ചത് നെടുമങ്ങാട്, തിരുവനന്തപുരം. സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ജില്ലാ കുടുംബശ്രീ മിഷൻ കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം ആരംഭിച്ചത് കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിൽ ആദ്യമായി ഒരേ ദിവസം തന്നെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച സർക്കാർ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത നേടിയ നഗരസഭ ശ്രീകണ്ഠപുരം, കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കോഴിക്കോട്.